കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് നടത്തിയ കേസിൽ അറസ്റ്റിലായ അലീനയുടെ ഭീഷണി സന്ദേശം 24-ന് കിട്ടി. കേസുമായി ബന്ധപ്പെട്ട് രഹസ്യമൊഴി നൽകാൻ എത്തിയ പരാതിക്കാരിക്കാണ് ഇത്തരമൊരു ഭീഷണി സന്ദേശം വന്നത്. ആ ഭീഷണി സന്ദേശത്തിലേക്ക് ചേച്ചി കൂടെ നിന്നിട്ടുള്ള ഈ എന്ത് തേങ്ങയാവട്ടെ ഒരു കേസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ നമുക്കോ എനിക്കോ ഇപ്പൊ ഇക്കാക്കായാലും എന്ത് പണി എന്തായാലും കള്ളത്തനവും ഉടായ്പൊക്കെ കാണിച്ചാലും നമ്മൾ അണ്ണാക്കി തിരിച്ചു കൊടുക്കും. അത് ഞാൻ ചിലപ്പോൾ വിടുമായിരിക്കും, പക്ഷെ അയാള് അണ്ണാക്കി തരും. അതൊന്ന് ആലോചിച്ച് വെച്ചേക്ക്. ഭീഷണി കടുത്ത ഭീഷണി തന്നെയാണ്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ഇതിന്റെ ഭീഷണിയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ് അഗെയിൻ. പറയൂ വിഷ്ണു, വിശദാംശങ്ങൾ. ഇന്നലെയാണ് ഈ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടത്. അതിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു, അലീനയും അതോടൊപ്പം തന്നെ മഞ്ജുമയും. അവർ റിമാൻഡിലാണ്. മറ്റൊരാൾ സിന്ധുവിനെ മുംബൈയിൽ നിന്ന് ഇന്നെത്തിക്കും. ഇതിലിപ്പോൾ അലീനയുടെ ഒരു ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഈ കേസിൽ പരാതി പറയാൻ, അതായത് പരാതി പറഞ്ഞ ശേഷം രഹസ്യമൊഴി നൽകാൻ ഒരു പെൺകുട്ടി കോടതിയിലെത്തി. ആ രഹസ്യമൊഴി നൽകി പുറത്തിറങ്ങുന്ന ഘട്ടത്തിലാണ് അലീന ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം ഈ പെൺകുട്ടിക്ക് അയച്ചത്. വളരെ ചിരിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിയാണ് അലീന സ്വീകരിച്ചിട്ടുള്ളത്. അതായത് തങ്ങൾക്കെതിരെ പരാതി നൽകി കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് രത്ന ചുരുക്കം. അതിൽ ഒരാളെ കുറിച്ച് കൂടി പരാമർശിക്കൊണ്ട്, പേര് പറയുന്നില്ല എങ്കിൽ പോലും അയാൾ നിങ്ങളെ വകവരുത്തും, അല്ലെങ്കിൽ അയാൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തും, പണി തരും എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അതാരാണ് എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ അന്വേഷണം എത്തുന്നത്. അലീനയ്ക്ക് കൊച്ചിയിലെ ഗുണ്ടാ നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട്. ഒരു ഗുണ്ട തന്നെ അലീനയുടെ ആൺ സുഹൃത്താണ്. അപ്പോൾ അയാളാണോ അലീന ഈ ഫോൺ സംഭാഷണത്തിൽ പറയുന്ന ഭീഷണിപ്പെടുത്താൻ കെൽപ്പുള്ള ആൾ എന്നുള്ളതാണ് പോലീസിന്റെ സംശയം. വിശദമായ അന്വേഷണത്തിലേക്ക് ഈ ശബ്ദ സന്ദേശം അടക്കം ഈ പെൺകുട്ടി പോലീസിന് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സെക്സ് റാക്കറ്റിന് പിന്നിൽ ഗുണ്ടാ ബന്ധങ്ങൾ ഉണ്ടോ, ഇവിടെ നിന്ന് കടത്തുന്നതിന് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നതിനൊക്കെ ഗുണ്ടകൾ ഏർപ്പെടുന്നുണ്ടോ എന്ന കാര്യത്തിൽ പോലീസിന് ഇന്നലെ തന്നെ സംശയമുണ്ടായിരുന്നു. ആ മേഖല കേന്ദ്രീകരിച്ച് അന്വേഷിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതിന് കൂടുതൽ തെളിവ് നൽകുന്നതാണ് ഇപ്പോൾ ഈ അലീനയുടെ ശബ്ദ സന്ദേശം. അതിൽ ഒരാൾ മറഞ്ഞിരിപ്പുണ്ട്. അതാരെന്ന് പോലീസിന് ഇനി കണ്ടെത്തണം. അതിന് ഈ ശബ്ദ സന്ദേശം സഹായകരമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ വിപുലമായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം. ഇത് കേവലം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഘമല്ല, രാജ്യാന്തര സെക്സ് റാക്കറ്റാണ്, മനുഷ്യക്കടത്ത് റാക്കറ്റാണെന്ന് ഇന്നലെ പോലീസ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് ഈ സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന പെൺകുട്ടികളെ ഈ സിന്ധുവിന്റെ നേതൃത്വത്തിൽ വിദേശത്തേക്ക് മോഡലിംഗിനും അതോടൊപ്പം തന്നെ ഫാഷൻ ഷോയ്ക്കും വേണ്ടി എത്തിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ അവരെ അവിടെ എത്തിക്കുന്നത് ഫ്ളാറ്റുകളിലേക്കാണ്. അവിടെ എത്തിച്ച ശേഷം ഇവരുടെ ഫോട്ടോ മറ്റുള്ള ആളുകൾക്ക് കൈമാറുന്നു. ആ ഫോട്ടോ നോക്കി വില പറയുന്നു. അതിനുശേഷം ഇവരെ ആ മുറിയിലേക്ക് എത്തിക്കുന്നു. 25,000 രൂപയാണ് മിനിമം ഈ ഇടനിലക്കാർക്ക് ലഭിക്കുന്നത്. അതിൽ 10,000-ഓളം രൂപ ഈ പെൺകുട്ടികൾക്ക് നൽകും. ബാക്കി പൈസ ഈ ഇടനിലക്കാർ പൂർണ്ണമായും അപഹരിക്കുന്ന രീതിയാണ് ഉള്ളത്. അങ്ങനെ ഒരു പെൺകുട്ടി നേരിട്ട സമാനതകളില്ലാത്ത പ്രതിസന്ധി നമ്മൾ ഇന്നലെ കേട്ടതാണ്. അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി, മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി പീഡനം നടത്തി, അങ്ങനെ കൂട്ടബലാത്സംഗം നടത്തി അവർ ദൃശ്യങ്ങൾ പകർത്തി. അതായത് ആദ്യം ബന്ധത്തിൽ ഏർപ്പെടുന്ന ഘട്ടത്തിൽ ഒളിക്യാമറ വെച്ച് ദൃശ്യം പകർത്തും, പിന്നീട് ആ ദൃശ്യം വീട്ടിലേക്ക് അയച്ചു കൊടുക്കും, പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പിന്നെയും അവരെ ഇത്തരത്തിൽ ലൈംഗിക വൃത്തിക്ക് ഏർപ്പെടാൻ പ്രേരിപ്പിക്കുന്നതാണ് ഇവരുടെ ഒരു രീതി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കേരളത്തിൽ നിന്ന് ഒരുപാട് പേരെ ഇത്തരത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ പലരും ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമെന്ന ആശങ്കയിലാണ് ഈ വിവരം പുറത്തു പറയാത്തത്. എന്തായാലും കൂടുതൽ പരാതികൾ വരുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. നിലവിലുള്ള അന്വേഷണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് സിനിമ സീരിയൽ മേഖല കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മറവിലാണ് ഇത്തരത്തിലൊരു സെക്സ് റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിവരണം. ആ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയുമായി ചില സിനിമ സീരിയൽ താരങ്ങൾക്ക് ബന്ധമുണ്ട്. അപ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ സിന്ധുവിന്റെ കൂടുതൽ വെയറബൌട്ട്സ് അറിയുമോ, അവർക്ക് ഈ സെക്സ് റാക്കറ്റിനെ കുറിച്ച് അറിയുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കാനും പോലീസ് കടന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടക്കുന്ന വിവരങ്ങൾ പുറത്തു വരാനാണ് സാധ്യത. എസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.